ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന വെണ്ടയ്ക്ക കറിയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക കറിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെണ്ടക്കായ അരിഞ്ഞു വെച്ചത് ഇതുപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒത്തിരി വലിപ്പമില്ല എന്നാൽ ഒത്തിരി ചെറുതായിട്ടുമില്ല. അപ്പോൾ 7 വെണ്ടക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് ഇട്ടുകൊടുത്തു. അപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി സവോളയൊക്കെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു സവോള ഇതുപോലെ കട്ട് ചെയ്ത് നീളത്തിൽ, പിന്നെ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, പിന്നെ 2 തക്കാളി, പിന്നെ ഒരു ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലോട്ട് അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ കാന്താരി മുളക് 4 കാന്താരി മുളക് നെടുകെ കീറിയതാണ്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോള നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ആദ്യം മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലയും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവസാനം മുളക് പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ഇതുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇനി ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അപ്പോൾ അധികം എരിവ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് ഇപ്പോൾ ഇതിൽ ഞാൻ കുരുമുളക് പൊടി ഇട്ട കാരണം കുറച്ച് എരിവൊക്കെ ഉണ്ടായിരിക്കേ. അപ്പോൾ ഇത് ഒരു കളറിന് മാത്രമായിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഉരുളക്കിഴങ്ങ്, ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. നമ്മുടെ ആ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഉരുളക്കിഴങ്ങ് വെന്തോ നോക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മാറ്റി വെച്ചില്ലേ, നേരത്തെ വഴിച്ച് മാറ്റി വെച്ചിട്ടുള്ള വെണ്ടക്കായ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഈ മസാലയൊക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ കറി നമുക്ക് ചോറിൻ്റെ ഒപ്പവും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതിലോട്ട് കുറച്ച് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കൂടുതൽ കറി ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ
വെണ്ടക്കായൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെണ്ടക്കായ വേവാൻ കുറച്ച് സമയം മതി. അപ്പോൾ തീ കൂട്ടി വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ വെണ്ടക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, ഉരുളക്കിഴങ്ങും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ റെഡിയായി. അപ്പോൾ ഇതിൽ ഉപ്പും കറക്റ്റാണോ എന്ന് നോക്കാം. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. പിന്നെ പുളിയുണ്ട്, തക്കാളി ഇട്ടുകൊണ്ട്. പിന്നെ നമ്മൾ മറ്റുള്ള വാളംപുളി ഒഴിക്കുന്നില്ല. അപ്പോൾ ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ ചപ്പാത്തിക്കാണെങ്കിൽ കുറച്ചുകൂടി കറി ഇത്ര വേണ്ട, അങ്ങനെ ആയിരിക്കും കൂടുതൽ നന്നാവുക നമ്മുടെ ചപ്പാത്തിക്കാണെങ്കിൽ. അപ്പോൾ ചോറിനാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കറി ആവശ്യമുണ്ടല്ലോ, അതാണ് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചത്. അപ്പോൾ ഇനി വേണമെങ്കിൽ ഈ കറിയിലോട്ട് കടുകും വറ്റൽമുളകൊക്കെ താളിച്ച് ചേർക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കിയെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. വരെ നന്ദി, നമസ്കാരം.